ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഈദ് വ്ളോഗാണ്. ഇതിൽ 3 ദിവസത്തെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഈദിൻ്റെ അന്നത്തതും തലേന്നത്തതും പിറ്റേന്നത്തതും. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ കമൻറ്റും ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. ഇത് ഈദിൻ്റെ തലേന്ന് വൈകുന്നേരം മുതലാണ്. അപ്പോൾ ഇക്ക ഇറച്ചി മുറിക്കലാണ് എപ്പോഴും കുട്ടികൾ സഹായിക്കുന്നത് നിങ്ങൾ കാണാറുള്ളൂ. ഇക്ക ഇങ്ങനെ ഇറച്ചി, മീൻ അങ്ങനെയെല്ലാം കട്ട് ചെയ്ത് തരും. പിന്നെ ഉള്ളിയും തക്കാളി അങ്ങനത്തെ വെജീസ് എല്ലാം കട്ട് ചെയ്ത് തരും. കുക്കിംഗ് അങ്ങനെ അറിയില്ല, പക്ഷേ കട്ട് ചെയ്യേണ്ട എല്ലാം ചെയ്ത് തരും കേട്ടോ. വലിയ മീൻ, നണ്ട് അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് തരലുണ്ട്. ഇതിപ്പം 3 കിലോ ബീഫാണ് കട്ട് ചെയ്തെടുത്തത്. ഇത് ബീഫ് പെപ്പർ ഡ്രൈ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ ഒരുവിധം എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വെക്കലുണ്ട്. പിറ്റേന്ന് ഫുള്ളിങ്ങനെ ഗസ്റ്റ് വന്നുകൊണ്ടിരിക്കും, അതുകൊണ്ട് കുക്കിംഗ് ഒന്നും നടക്കില്ല. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ ഒരുവിധം എല്ലാം ഉണ്ടാക്കി വെക്കലുണ്ട്. ഇതിപ്പം ബീഫ് പെപ്പർ ഡ്രൈ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചെല്ലാം ഇങ്ങനെ റെസിപ്പി കാണിക്കുന്നുണ്ട്, അങ്ങനെ ഫുള്ളായിട്ടൊന്നുമില്ല. ഈ ബീഫിൻ്റെ റെസിപ്പി മാത്രം ഞാൻ മൊത്തത്തിൽ കാണിക്കുന്നുണ്ട്. ഇത് ഗൾഫിലെല്ലാം കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 3 കിലോ ബീഫിലേക്ക് 3 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും 3 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ട് നല്ലോണം പൊടിച്ചെടുത്തതാണ്. അത് ബീഫിലേക്ക് ചേർത്ത് കൊടുത്തിന്. ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ചിട്ട് ചേർക്കുക, പൊടി ചേർക്കുന്നതിനേക്കാളും നല്ലത്. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഉണ്ടാവും, 3 മീഡിയം സൈസ് ഉള്ളി, ഒരു 15-20 ചെറിയ ഉള്ളി, ഒരു 3-4 പച്ചമുളക്, 3 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചത്, 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഇതിപ്പോൾ 3 കിലോ ബീഫിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിനോ എന്ന് അറിയില്ല. ഇതിൻ്റെ 1 കിലോൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ബീഫിൽ മിക്സാക്കിയിട്ട് നല്ലോണം ബീഫിന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യണത്ര, ഓൺ ചെയ്യുന്നതിന് മുന്നേ ആണ്. അപ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം. ബീഫിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും മൊത്തത്തിൽ തേച്ചതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നത്. ഇതിപ്പോൾ കുക്കറിൽ വേണമെങ്കിൽ ചെയ്തെടുക്കുക, എന്നാൽ അധികം വെന്ത് പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉള്ളതുകൊണ്ട് തന്നെ കുക്കറിൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കുക്കറിൽ അവർ കറക്റ്റ് വേവിൽ വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ കുക്കറിൽ ചെയ്യുക. ആ ടൈമിൽ നെയ്പ്പത്തിലാണ് അന്ന് രാത്രി ഉണ്ടാക്കുന്നത്. നെയ്പ്പത്തിലിൻ്റെ റെസിപ്പി ഞാൻ മുന്നേത്തെ ഒരു പാർട്ടി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് പച്ചരിയാണ് സോക്ക് ചെയ്ത് വെച്ചിന്. ഇത് 2 കപ്പ് ബസ്മതി റൈസാണ് സോക്ക് ചെയ്ത് വെച്ചിന്. നല്ല സോഫ്റ്റും ആണ്, ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ചുടുന്നതൊന്നും കാണിക്കുന്നില്ല, അരച്ച് കുഴച്ച് വെക്കുന്നത് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ 2 കപ്പ് ബസ്മതി റൈസിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കണം, അതെനിക്ക് വിട്ടുപോയിട്ടുണ്ട്, പിന്നെ ഞാൻ അരക്കുമ്പോൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 2.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്പ്പത്തിൽ എങ്ങനെയും ചെയ്യാം, പച്ചരി സോക്ക് ചെയ്ത് വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന മെത്തേഡാണ്. ഗ്രൈൻഡറിൽ അരച്ചിട്ട് ചുടുന്നതുണ്ട്, ഇത് മിക്സിയിൽ അരച്ചിട്ട് നമ്മളെ പത്തിലിൻ്റെ പൊടി ഇട്ടിട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കുന്ന നെയ്പ്പത്തിലാണ്. അപ്പോൾ 2 കപ്പ് ബസ്മതി റൈസിൽ 2.5 കപ്പ് തേങ്ങയും 1 മീഡിയം സൈസ് ഉള്ളിയും 1 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകവും കൂടെ ചേർത്തിട്ട് വെള്ളം ചേർക്കുമ്പോൾ അരിക്കൊപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അരക്കുമ്പോൾ നല്ലോണം അരിഞ്ഞ് പേസ്റ്റ് പോലെ അരക്കണ്ട, ഒരു തരി പോലെ ഇങ്ങനെ അരികെല്ലാം ഇങ്ങനെ കാണത്തക്ക തരി പോലെ ഇല്ലേ, എന്നാൽ തീരെ അരയാതെ നിൽക്കാൻ പാടില്ല, ആ ഒരു രീതിയിൽ അരച്ചെടുക്കുക.
ഇനി ഇതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. നിങ്ങൾക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ നെയ്പ്പത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം കാണിക്കുന്ന ആ ഒരു മെഷർമെൻറ്റിലേക്ക് 2-2.25 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ അരിപ്പൊടി കണ്ണൂർ ഭാഗത്ത് പച്ചരിയും പുഴുങ്ങലരിയും മിക്സാക്കി പൊടിച്ചെടുക്കുന്ന വറുക്കാത്ത അരിപ്പൊടിയാണ്. വറുത്ത പച്ചരിപ്പൊടി ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒരു 2.25 കപ്പ് ചേർക്കുമ്പം കറക്റ്റ് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ആദ്യം 2 കപ്പ് ബസ്മതി റൈസ് എടുക്കുന്നതിന് പകരം 1 കപ്പ് പച്ചരി 1 കപ്പ് പുഴുങ്ങലരി എടുത്താലും മതി കേട്ടോ. നെയ്പ്പത്തിൽ ചുടുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇതിൽ കാണിച്ചാൽ ഇതൊരു കുക്കിംഗ് വീഡിയോ വ്ളോഗ് പോലെ ആവുന്നത് കൊണ്ടാണ് അങ്ങനെ മൊത്തത്തിൽ കാണിക്കാത്തത്. ഇതിപ്പോൾ ഞാൻ പിറ്റേന്ന് മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മട്ടൻ വേവിച്ചെടുക്കുന്നതാണ്. 2 കിലോ മട്ടൻ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിന്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നതാണ്. ഞാൻ ഇതും കുക്കറിൽ ഇട്ട് കൊടുക്കുന്നില്ല. ബീഫ് മട്ടൻ ഇതെല്ലാം ഒരുപാട് വെന്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റേ മാറും കേട്ടോ. ഇതിപ്പം ബീഫിലേക്കും മട്ടനിലേക്കും ഞാൻ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇറച്ചിയിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വരും. ബീഫ് ഇപ്പം നല്ലോണം വെള്ളമെല്ലാം ഇറങ്ങി വന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കലാണ്. അതുപോലെ തന്നെയാണ് മട്ടനും. നല്ലോണം തിളച്ച് വന്നാൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എന്നാൽ നല്ല കറക്റ്റ് വേവിൽ വേവിച്ചെടുക്കാൻ പറ്റും. നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഇറച്ചിൻ്റെ വേവൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം വേഗം വെന്ത് കിട്ടുന്ന അതായിരിക്കും, ചിലപ്പോൾ അധികം വേവില്ല. അതുകൊണ്ട് പിന്നെ കുക്കറിൽ ഇടാത്തതാണ് നല്ലത്. അപ്പോൾ അതവിടെ രണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കലാണ്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിന് ബിരിയാണിൻ്റെ മസാല ഞാൻ കുക്കറിലാണ് ചെയ്തെടുക്കൽ. ഇറച്ചി വേവിക്കലെല്ലാം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഉള്ളിയും തക്കാളിയും വഴറ്റാതെ തന്നെ പെട്ടെന്ന് ആ ഒരു ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ 2 കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 മീഡിയം സൈസ് ഉള്ളിയും 8 മീഡിയം തക്കാളിയും ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാറിൽ സ്ലൈസ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റിയെല്ലാം ഉണ്ടാകുമ്പോൾ ഈ ജാറ് നല്ല ഉപകാരമാണ്. ഉള്ളി ഇപ്പോൾ മൊത്തത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇങ്ങനെ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉള്ളി വെന്തിട്ട് ഉള്ളിയൊന്നും മസാലയിൽ കാണൂല. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സമയം നിന്ന് വഴറ്റുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിരിയാണീൻ്റെ മസാല. അപ്പോൾ ഞാൻ അധികം ബിരിയാണിൻ്റെ മസാല ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. ഇനി അതുപോലെ തന്നെ തക്കാളിയും സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉള്ളീൻ്റെ മേലെയാണ് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായാൽ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളീൻ്റെ മുകളിലാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തക്കാളി ഇട്ട് കൊടുക്കാൻ പാടില്ല, ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഈ മസാലക്ക് വേണ്ടുന്ന ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വഴറ്റൊന്നും വേണ്ട. ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം വഴറ്റൊന്നും വേണ്ട കേട്ടോ. ഉള്ളി ഇടുക, തക്കാളി ഇടുക, ഉപ്പിടുക. അടിക്ക് പിടിക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിന്. അതവിടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ ബീഫ് വെന്തിനോ നോക്കുന്നതാണ്. ഈ ബീഫിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. അത് ബീഫ് വെന്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം ബീഫ് മട്ടനെല്ലാം വെന്തിനോ നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വേവാനുണ്ട് അത്ര. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ അവിടെ വെച്ച് കൊടുക്കലാണ്. എപ്പോഴും ഇറച്ചി പിന്നെ പരിപ്പ് പയർ ഇതെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാൻ നോക്കാം. നല്ലോണം തിളച്ച് വന്നാൽ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. എന്നാലാണ് ആ കറക്റ്റ് വേവിൽ വേവിച്ചെടുക്കാൻ പറ്റൽ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാൻ നോക്കിയാൽ ഹാർഡായി പോകും കേട്ടോ. ഇതിപ്പം നെയ്പ്പത്തിൽ മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ പുറത്തെ കിച്ചണിൽ നിന്ന് ചുട്ടെടുത്തതാണ്. നെയ്പ്പത്തിൽ ചുടുന്ന വീഡിയോ എല്ലാം കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് ചുടുന്ന വീഡിയോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നല്ല സോഫ്റ്റ് അരിയെല്ലാം ഇങ്ങനെ കാണത്തക്ക രീതിയിലുള്ള നല്ല നെയ്പ്പത്തിലാണ്.
ഇതിപ്പം ബീഫ് നല്ല കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിന്. ഞാൻ നേരത്തെ ബീഫ് മസാല മിക്സ് ആക്കുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഈ ടൈമിലും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. ഇത് വഴറ്റി എടുക്കാനുള്ളതാണ്. അതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ടൈമിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിന്. 3 കിലോ ബീഫിലേക്ക് മുളക് പൊടി ചേർത്തിട്ട് മൊത്തത്തിൽ ബീഫിലേക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും 3 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുമ്പോൾ കാണാനും ഉണ്ടാവും, കടിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഗൾഫിലേക്ക് കൊടുക്കാനാണ് ബീഫ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇപ്പം വേവിച്ചെടുത്ത ആ ബീഫിലേക്ക് മുളക് പൊടിയും ഗരം മസാലയും ചേർത്തിട്ട് നല്ലോണം ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് കൊടുക്കുക. ഈ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ലാസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. അത് ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൽ കുറച്ച് കടിക്കാനും കാണാനും വേണ്ടിയിട്ട് ചേർത്തതാണ്. ഇതിപ്പോൾ ഗരം മസാല കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കലാണ്. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിന് 3 കിലോ ബീഫിലേക്ക്. ഇതിപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഡ്രൈ ഫ്രൈ ആക്കാണ്ട്. അത് ഞാൻ രാവിലെയാണ് ചെയ്യുന്നത്. ഇപ്പം നെയ്പ്പത്തലിൻ്റെ കൂടെ രാത്രി ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. ആ ടൈമിൽ ബിരിയാണീൻ്റെ മസാലയും റെഡിയാക്കിയിട്ടുണ്ട്. ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഉള്ളി തക്കാളി കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വന്നതിന് ശേഷം ഓഫാക്കി പ്രഷറെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ആക്കിയിട്ട് ബിരിയാണിക്ക് വേണ്ടുന്ന ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേവിച്ച മട്ടനും ചേർത്ത് നല്ലോണം മൊത്തത്തിൽ വേവിച്ചെടുത്തിട്ട് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ രാവിലെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ രാവിലെ ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കലാണ്. നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഇത്. 2 ഫുൾ കോഴി മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് 6 ടേബിൾ സ്പൂണ് മുളക് പൊടി കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 ടീസ്പൂണ് പെരിഞ്ജീരകം, 2 ടീസ്പൂണ് ഗരം മസാല, ഒരു 4 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ഫുൾ ചിക്കൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു ചിക്കൻ ഞാൻ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ എല്ലാം പകുതി ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ചിക്കനിലേക്ക് മസാലകളെല്ലാം നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇനി ഇതിലേക്ക് കോൺഫ്ലോറും മുട്ടയും ചേർക്കാനുണ്ട്. അത് രാവിലെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോറും മുട്ടയും തലേന്നേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മുട്ട നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നാലാണ് എണ്ണയിലേക്ക് മസാലയൊന്നും പോവാതെ കറക്റ്റായിട്ട് മസാല ചിക്കനിൽ തന്നെ പിടിച്ചിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫ്രൈ ആക്കുന്ന ടൈമിൽ കോൺഫ്ലോറും മുട്ടയും ചേർത്ത് കൊടുത്താൽ മതി. അതിപ്പോൾ ഞാൻ രാവിലെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ആക്കിയതിന് ശേഷം ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ തന്നെ വെക്കലാണ്. ഇതിപ്പോൾ രാത്രി ഒരു 11 മണി 11:30 ആയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ഞാനിനി രാവിലെയാണ് ചെയ്യുന്നത്. ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ഡ്രൈ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. പിന്നെ പാലാണ് കാച്ചി അവിടെ വെച്ചത്. ഇനിയിപ്പോൾ മൈലാഞ്ചി ഇടലാണ്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്, +1 പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടി ബ്രൈഡ്സിനെല്ലാം ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ണൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെല്ലാം പോലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ. ഞാൻ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള ഡിസൈന് മതിയെന്ന് പറഞ്ഞതിന്, മോൾക്കും അങ്ങനെ തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ പെട്ടെന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല വൃത്തിയിലിടും കേട്ടോ ബ്രൈഡ്സ്, നല്ല ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഇൻസ്റ്റാ പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോ കേട്ടോ. താഴെ മോൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ ഈദിൻ്റെ ഡ്രസ്സെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ മുകളിലേക്ക് വന്നതാണ്. പുതിയ ഡ്രസ്സെല്ലാം മുകളിലത്തെ റൂമിലാണ് വെക്കൽ. മുകളിൽ 2 റൂമുണ്ട്. എൻ്റെ വീഡിയോയിൽ അധികവും താഴെ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. മുകളിൽ അധികവും ഗസ്റ്റ് വന്നാൽ പിന്നെ ഇതുപോലെ പുതിയ ഡ്രസ്സ് വെക്കാനും അങ്ങനെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇതിപ്പോൾ മോളെ ഡ്രസ്സാണ് കാണിക്കുന്നത്. മോൾക്ക് എടുത്തത് സ്കേർട്ടും ടോപ്പുമാണ്. ഇത് പയ്യന്നൂർ മാഗ്നം മാളിൽ ജെന്നയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഡ്രസ്സ്. എൻ്റെ ഡ്രസ്സും അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചത്.
അപ്പോൾ ടോപ്പ് നെറ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്കിൻ കളർ ഇന്നർ വാങ്ങിച്ചിട്ടുണ്ട്. അത് മിന്ത്രയിൽ നിന്ന് ഓർഡർ ആക്കിയിട്ട് വാങ്ങിയതാണ്. പിന്നെ ചെരുപ്പും മിന്ത്രയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഈ ഒരു ഡ്രസ്സിന് ഈ ഒരു ചെരുപ്പ് നല്ല മാച്ച് ഉണ്ട്. പിന്നെ ഫാൻസി ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരുപാട് ഫാൻസി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെ വലിയ താല്പര്യമില്ല. ഇപ്പം ഗോൾഡ് തന്നെയാണ് ഇട്ട് കൊടുക്കൽ. ഇപ്പം ഞാൻ ഫാൻസി ആയിട്ട് ഈ ഒരു ചെറിയ ക്ലിപ്പ് മാത്രമാണ് കേട്ടോ വാങ്ങിച്ചത്. പണ്ടെന്ന് വെച്ചാൽ ഡ്രസ്സിനേക്കാളും കൂടുതൽ ഫാൻസിക്കാണ് പൈസ ചിലവാകുന്നത്. അത് വേഗം മോശമാവും ചെയ്യും. അപ്പം പിന്നെ അതിനോട് വലിയ താല്പര്യമില്ല. ഇതിപ്പോൾ എൻ്റെ ഡ്രസ്സാണ് കാണിക്കുന്നത്. ഇതൊരു ഫുള്ള് ഗൗണ് പോലെ വരുന്ന ഡ്രസ്സാണ്. വെൽവെറ്റാണ് കേട്ടോ മുകളിൽ വരുന്നത്. ഇതുപോലെ ഫുൾ ലെങ്ത്തിൽ ഫുൾ സ്ലീവ് വരുന്ന ഡ്രസ്സാണ് ഞാൻ അധികം വാങ്ങിക്കൽ. എനിക്ക് ഇതുപോലത്തെ ഡ്രസ്സാണ് ഇഷ്ടം. പിന്നെ ചുരിദാറും വാങ്ങിക്കലുണ്ട്. പിന്നെ അതിന് മാച്ചായ ചെരുപ്പ് ഞാനിത് ഇപ്പം പുതിയത് വാങ്ങിച്ചതൊന്നുമല്ല. കുറച്ച് നാൾ മുന്നേ സുഡിയോയിൽ പോയപ്പോൾ പയ്യന്നൂർ സുഡിയോ ഓപ്പണായ സമയത്ത് ഒരു 5-6 മാസമായിട്ടാണ് വാങ്ങിച്ചിട്ട് 2 പ്രാവശ്യം ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അതിന് മാച്ചായതുകൊണ്ട് ഞാൻ അങ്ങനെ അവിടെ വെച്ചതാണ്. ഇതിപ്പോൾ മോൻ്റെ ഡ്രസ്സാണ് കേട്ടോ. മോൻ്റെ ഡ്രസ്സ് പിന്നെ അങ്ങനെ കാണിക്കാനൊന്നുമില്ല. എന്നാലും എല്ലാവരും ഡ്രസ്സ് കാണിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ കാണിച്ചതാണ്. ഇതിപ്പോൾ ഞാൻ രാവിലെ ഇടാൻ വേണ്ടിയിട്ട് കോട്ടൻ്റെ ഒരു പാകിസ്ഥാനി മോഡൽ ഒരു ചുരിദാറാണ്. ഇത് മറ്റേ ഡ്രസ്സ് എന്ന് വെച്ചാൽ രാവിലെ ഇട്ടിട്ട് അങ്ങനെ പണിയെടുക്കാനൊന്നും പറ്റില്ല. ഇപ്പം നല്ല ചൂടാണ് നാട്ടിൽ. അതുകൊണ്ട് തന്നെ വെൽവെറ്റാണ്. ഇട്ടാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു പണിയെടുക്കാൻ ഒരു ഇത് കിട്ടൂല. അതുകൊണ്ട് ഞാൻ ചുരിദാർ രാവിലെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇത് നല്ല ഫുൾ കോട്ടണിൽ വരുന്ന ചുരിദാറാണ് കേട്ടോ. താഴെയും കൈക്കും എല്ലാം ഒരു ഹാങ്ങിങ് എല്ലാം വന്നിട്ട് നല്ല രസമുണ്ട്. ഫുൾ സ്ലീവാണ്. ഇതിപ്പോൾ മോളുടെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ കൈക്ക് മൈലാഞ്ചി ഇടലാണ്. ഇതെല്ലാം ഒരു 10 മിനിറ്റ് കൊണ്ട് അവൾ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് മതി എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ തന്നതാണ്. 12 മണി ആ ഒരു ടൈമെല്ലാം ആയിട്ടുണ്ട്. ആ കുട്ടിക്ക് ഇനിയും ഒരുപാട് സ്ഥലത്ത് ഇട്ട് കൊടുക്കാൻ പോകാനുണ്ട്. ഇതിപ്പോൾ രണ്ടാൾക്കും മൈലാഞ്ചി ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലെല്ലാം മൈലാഞ്ചി വെക്കലുണ്ട്. പിന്നെ പണിയെല്ലാം എടുത്തിട്ട് ആകെ ടയേർഡായ സമയത്ത് മടിയാണ് വെക്കാൻ വേണ്ടി. പിന്നെ ഈ കുട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ആ കുട്ടി തന്നെ വന്നിട്ട് വെച്ച് തരും. ഇതിപ്പോൾ ഈദിൻ്റെ അന്നത്തെ ദിവസം രാവിലെ 4:30 മണിക്ക് എഴുന്നേറ്റ പാടെ കാണിക്കുന്നതാണ്. അപ്പോൾ ഈദിൻ്റെ അന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ പാടെ ഇത് മൈലാഞ്ചി നോക്കലും പിന്നെ അത് കഴുകലും തന്നെയാണ് രാവിലെ എഴുന്നേറ്റ പാടെ ചെയ്യുന്നത്. അപ്പോൾ കുറേയെല്ലാം പോയിട്ടുണ്ടായിന്. ഇനി ബാക്കിയുള്ളതും കൂടെ കഴുകി കളയലാണ്. ഈദിൻ്റെ അന്ന് രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. 6:45 തന്നെ റെഡി ആകണം. 7 മണിക്കാണ് കേട്ടോ പെരുന്നാൾ നിസ്കാരം. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോകലുണ്ട്. വീട്ടിൽ നിന്നല്ല നിസ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6:45 തന്നെ റെഡി ആവണം. അതിന് മുന്നേ കുറച്ച് ചെറിയ പണിയെല്ലാം ഉണ്ടാവും. അതെല്ലാം തീർത്തിട്ട് പെട്ടെന്ന് റെഡി ആവലാണ്. ഇതിപ്പോൾ മൈലാഞ്ചി ഞാൻ ഫുള്ളായിട്ട് കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ അങ്ങനെ ചുമന്നിട്ടൊന്നും കാണൂല. കുറച്ച് നിൽക്കുമ്പോൾ അല്ല അത് ഡാർക്കായിട്ട് വരുന്നത്. ഇപ്പോൾ ലൈറ്റ് ഓറഞ്ച് കളറായിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ നഖത്ത് ഞാൻ 2 ദിവസമായിട്ട് ഇട്ട് കൊടുത്തിന്. അതുകൊണ്ടാണ് കുറച്ച് ഡാർക്ക് കളറിൽ കാണുന്നത്. ഇതിപ്പോൾ മോള് റെഡി ആവുന്നതാണ്. രാവിലെ ഫുള്ള് തിരക്ക് തന്നെ ആയിരിക്കും. പിന്നെ വീഡിയോ എടുക്കാനൊന്നും ടൈമൊന്നും ഉണ്ടാവില്ല. മോള് റെഡി ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. നല്ല പെട്ടെന്നാണ് കേട്ടോ രാവിലത്തെ സമയം പോകുന്നത് അറിയില്ല. മോൾക്ക് വീഡിയോയിൽ വരാൻ അങ്ങനെ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മുഖം കാണിക്കാത്തത്. പിന്നെ ഇതിപ്പോൾ രാവിലെ ബെഡ്ഷീറ്റ് മാറ്റി പിരിക്കലാണ്. ഈ റൂമിലത്തെ ബെഡ്ഷീറ്റ് മാത്രം മാറ്റിയിട്ടുണ്ടായിട്ടില്ല. മൈലാഞ്ചി വെച്ചിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ മൈലാഞ്ചിൻ്റെ പൊടിയെല്ലാം ആവും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റൂമിലത്തെ മാത്രം രാവിലെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റാതിരുന്നതാണ്. ഇതിപ്പോൾ മക്കൾ രണ്ടാളും കൂടെ ഞാൻ റെഡിയാകുന്ന സമയത്ത് ബെഡ്ഷീറ്റ് മാറ്റി പിരിക്കുന്നതാണ്. എനിക്ക് എവിടെ പോകുമ്പോൾ മൊത്തം ക്ലീനാക്കി നല്ല സെറ്റാക്കിയിട്ട് തന്നെ ഇറങ്ങണം. എന്നാലേ ഒരു തൃപ്തി ഉണ്ടാവും. അല്ലെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ പോലെയാണ്. ഇതിപ്പോൾ ഒരു 6:45 സമയത്ത് നമ്മൾ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോകലാണ്. ഇതിപ്പം പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പോകുന്നതാണ്. അപ്പോൾ ആദ്യം പോകുന്നത് എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വീട്ടിലേക്കാണ്. അപ്പോൾ അടുത്ത് തന്നെയാണ് കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല. ഒരു 5 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. പക്ഷെ ആദ്യം അവിടെ പോയിട്ട് ആണ് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വീടാണ്. അവിടുന്ന് അങ്ങനെ കാര്യമായിട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകലാന്ന്. അപ്പോൾ ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉച്ചക്കത്തെ ഭക്ഷണമെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിക്കൽ.
പിന്നെ ഉമ്മ പായസം വെച്ചിട്ടുണ്ടായിനി, അതുകൊണ്ട് തന്നെ എനിക്ക് പായസം വെക്കുന്ന പണിയില്ല. ഇതിപ്പോൾ ഒരു 9 മണിയെല്ലാം ആയിട്ടുണ്ട്. നിസ്കാരത്തിന് പോയതുകൊണ്ട് തന്നെ തിരിച്ച് വരുമ്പോൾ ആ ഒരു സമയമാവും. ഞാൻ ആ പായസവും ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഇതിപ്പോൾ മാസി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡി ആവുന്നതാണ്. രാവിലെ കുറച്ച് ഫോട്ടോസ് മാത്രം അങ്ങനെ എടുത്തിന്, പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ബാക്കിയുള്ള ഫോട്ടോസെല്ലാം എടുത്തത്. ഇതിപ്പോൾ മാസി സ്കൂട്ടർ എടുക്കലാണ്. ഈ സ്കൂട്ടർ നോമ്പിൻ്റെ 2 ദിവസം മുന്നേ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എടുക്കണത്രേ. മാസി സൈക്കിൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. തലേ ദിവസം ജസ്റ്റ് ഒക്കെ ഒന്നിങ്ങനെ പറഞ്ഞു കൊടുത്തതേലു, പിന്നെ അവന് അതെടുത്തിട്ട് ഓടിക്കൽ തന്നെയാണ്. അവനിപ്പം 14 വയസ്സ് ആവാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് മുറ്റത്തെ റോട്ടിലെല്ലാം അങ്ങനെ എടുത്ത് നോക്കുന്നതാണ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇൻട്രസ്റ്റിൽ പിന്നെ താഴെ വെക്കൂലല്ലോ, അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ്. ഇതിപ്പോൾ പെരുന്നാൾ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നതാണ്. ഇതിപ്പം മൈലാഞ്ചി കുറച്ചും കൂടെ റെഡ് കളറായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ റെഡ് കളറാവും കേട്ടോ കുറച്ച് നിൽക്കുമ്പോൾ. ഇതിപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പായസമാണ്. പായസം ഉമ്മ ഉണ്ടാക്കിയത് കൊണ്ട് പായസം വെക്കുന്ന പണിയില്ല. പിന്നെ രാവിലെ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗസ്റ്റ് വന്നുകൊണ്ടിരിക്കും. പിന്നെ രാവിലെ ഒന്നും അങ്ങനെ വലിയ പണിയൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഉമ്മ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ഉമ്മ ഉണ്ടാക്കുന്ന പായസം നല്ല ടേസ്റ്റാണ്. ഇത് ക്യാരറ്റും സേമിയും പിന്നെ ബദാം അരച്ചിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് കുറച്ചധികം ക്വാണ്ടിറ്റിയിലുണ്ട് കേട്ടോ. അന്ന് ചട്ടിപ്പത്തിരിയിൽ ഉണ്ടാക്കിയ പാത്രത്തിൻ്റെ വലിയ ബിരിയാണി പാത്രമാണത്. വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ പാത്രമായിട്ട് തോന്നിയാണ് കേട്ടോ. ഒരു 5 ലിറ്റർ പാലിന് ആക്കിയ പായസമാണത്. ഇതിപ്പോൾ ഞാൻ പുറത്തെ കിച്ചണിൽ നിന്നാണ് ബാക്കിയുള്ള പണിയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിൽ ഗസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ചെയ്താൽ അങ്ങനെ വൃത്തി കാണൂലല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ വൃത്തികേടാകുന്ന കുറച്ച് പണിയെല്ലാം രാവിലത്തെ പണിയെല്ലാം ഞാൻ പുറത്തുനിന്നാണ് ചെയ്തിട്ടുണ്ടായിന്. ലാസ്റ്റ് മസാല ദമ്മിടൽ ഉള്ളിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിന്. ഈ ടൈമിലെല്ലാം ഇങ്ങനെ ഗസ്റ്റ് വന്നുകൊണ്ട് നിൽക്കും. ഞാൻ പിന്നെ അവരുടെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. പെരുന്നാളിൻ്റെ ദിവസം എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരാൾ ഇറങ്ങുന്നവരും ഓരോരാൾ വരും. പിന്നെ അവരോട് വർത്തമാനം പറയലും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഈ പണിയെല്ലാം അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് ബിരിയാണി ദമ്മിൽ ഇടുന്നതാണ്. പിന്നെ പെരുന്നാളിൻ്റെ ദിവസം ഇക്കാക്ക് വേണ്ടി ജോലി ചെയ്യുന്ന കുറച്ച് വർക്കേഴ്സ് ഉണ്ട്, നോൺ മുസ്ലിംസായ. അപ്പോൾ അവർക്ക് ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കലുണ്ട്. അപ്പോൾ അതാണ് ഇത്ര അധികം ഭക്ഷണം ഉണ്ടാക്കുന്നത്. പിന്നെ കുറേ പേര് മുസ്ലിംസ് തന്നെയാണ്. അത് UP-യിലുള്ളവരാണ്. അവരെല്ലാം നോമ്പ് 27 ആകുമ്പം തന്നെ അവരുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിന്. ഇതിപ്പോൾ നാട്ടിലുള്ള കുറച്ച് നോൺ മുസ്ലിംസായ വർക്കേഴ്സാണ്. അവരുടെ കൂടെ തന്നെ എപ്പോഴും പണിയെടുക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഞാൻ ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കലാണ്. എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കൽ. മട്ടൻ ബിരിയാണി, ബീഫ്, പെപ്പർ ഡ്രൈ ഫ്രൈ, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ ഇത് സാലഡാണ്. പിന്നെ തൈര്, അച്ചാർ, പായസം. പിന്നെ ഈ പുഡിങ്, സ്വീറ്റ്സ് അതൊന്നും ഇഷ്ടമില്ല. ഇക്കാൻ്റെ അതേ ഒരു ഏജിലുള്ള ആൾക്കാരാണ്. പിന്നെ പുഡിങ്ങിലും സ്വീറ്റ്സിലെല്ലാം ഒരുപാട് മധുരം ഉണ്ടാകുമെന്ന് വെച്ചാൽ അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത്. പിന്നെ പെരുന്നാളിൻ്റെ തലേ ദിവസം ഞാൻ സ്നിക്കർ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിന്. ഇതിന് മുന്നേത്തെ വീഡിയോ ആണ്. കാണാത്തവരുണ്ട് കണ്ടോക്കെ. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്, സാലഡ്, തൈര് എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഗസ്റ്റ് വന്നാൽ അധികവും ആരും അങ്ങനെ കഴിക്കാൻ നിൽക്കലില്ല. പിന്നെ പായസം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പായസം തന്നെയാണ് കൊടുക്കൽ. പിന്നെ പല വീട്ടിൽ നിന്നും പലതും കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം അങ്ങനെ കഴിക്കലാണ്. ഇതിപ്പോൾ 4:30-5 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഫോട്ടോ എടുക്കലും ഞാൻ റെഡി ആവണത്ര. രാവിലെ ജസ്റ്റ് ഒന്ന് റെഡി ആയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ഒരു ഡ്രസ്സ് പിന്നെ വൈകുന്നേരം ഞാൻ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിന്. ഇപ്പോൾ മോളുടെ ഡ്രസ്സ് വൈകുന്നേരം അവൾ ഇട്ടിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ്. പിന്നെ അതിന് ശേഷം ഞാനും റെഡിയായിട്ട് പിന്നെ ഫോട്ടോ എടുക്കലും പുറത്തേക്ക് പോകലും എല്ലാമാണ്. അപ്പോൾ എനിക്കും വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് മുഖം കാണിക്കാത്തത്. കുറച്ച് പേരെല്ലാം മെസ്സേജ് അയക്കലുണ്ട്, ജസ്റ്റ് മുഖം കാണിച്ചൂടെ, കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നറിയാം. എന്നാലും ഇത് പബ്ലിക്കിലിടുന്ന വീഡിയോ ആയതുകൊണ്ട് ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല അങ്ങനെ പബ്ലിക്കിൽ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട്.
ഇതിപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഫോട്ടോ എല്ലാം എടുത്തിട്ട് പിന്നെ പുറത്തേക്ക് പോകലാന്ന്. ഒരു 7 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ. പിന്നെ റിലേഷൻസിൻ്റെ വീട്ടിലൊന്നും അന്ന് പോകാൻ പറ്റിയിട്ടില്ല. വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിനി. ഇനിയിപ്പം കുട്ടികൾ പാലൂതിയിൽ ഐസ്ക്രീം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കയറിയിട്ടുണ്ടായിനി. പിന്നെ അവിടെയും നല്ല തിരക്കായതുകൊണ്ട് തന്നെ അവിടെ നിന്നും വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഇതിപ്പോൾ കാണിക്കുന്നത് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം നമ്മളെ നാട്ടിൻ്റെ അടുത്ത് തന്നെയാണ് തൃക്കരിപ്പൂർ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ഇനോഗ്രേഷൻ കഴിഞ്ഞത്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങുന്നതാണ്. ഒരു വാട്ടർ പാർക്കാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്കുള്ളത് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ, അത് നമ്മൾ അറിയില്ല. അപ്പോൾ കുട്ടികളെല്ലാം വെള്ളത്തിലിറങ്ങണം എന്നെല്ലാം പറഞ്ഞിട്ട് എക്സ്ട്രാ ഡ്രസ്സെല്ലാം കരുതിയിട്ടാണ് പോകുന്നത്. അന്ന് നല്ല മഴയുണ്ടായിന് കേട്ടോ. പിന്നെ അവിടെ പോയിട്ടാണ് കാണുന്നത്. ജസ്റ്റ് ഇനോഗ്രേഷൻ കഴിഞ്ഞതേ ഉള്ളൂ, ഒന്നും വർക്ക് പൂർത്തിയാവണം അത്ര. ചെറിയ കുട്ടികൾക്കുള്ളതെല്ലാം ഉണ്ട്, അപ്പോൾ വലിയവർക്കുള്ളതൊന്നും അങ്ങനെ ഇല്ല. അതുകൊണ്ട് പിന്നെ ഒന്നിലും അങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്നെല്ലാം കണ്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വന്നിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയത് പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ 2 ദിവസം ഫാമിലിയിൽ ചെറിയൊരു ഫങ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ തിരക്കിലായി പോയതുകൊണ്ടാണ്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിനേക്കാളും ടൈം വേണം കേട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 5-6 മണിക്കൂറെങ്കിലും എഡിറ്റ് ചെയ്യാൻ ടൈം വേണം. പിന്നെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം കൊണ്ടാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേര് എന്നോട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്, എന്താ നിങ്ങൾ വീഡിയോസ് ഇടാൻ ഇങ്ങനെ ലേറ്റ് ആകുന്നതെന്ന്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ വീഡിയോസിൽ തന്നെ സംസാരിച്ച് നമ്മളെല്ലാം കാണിച്ച് അങ്ങനെ വീഡിയോ എടുക്കുന്നവർക്ക് അങ്ങനെ പണിയൊന്നും ഉണ്ടാവില്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിത് നമ്മളെ ഭാഗം കാണാത്ത ഭാഗമെല്ലാം കട്ട് ചെയ്ത് ഈ ഒരു വീഡിയോ തന്നെ ചിലപ്പോൾ 2.5 മണിക്കൂർ 3 മണിക്കൂറുള്ള വീഡിയോ ആണ് ഈ ഒരു 25-30 മിനിറ്റ് കൊണ്ട് ആക്കുന്നത്. അപ്പോൾ അത്രയും എഡിറ്റ് ചെയ്ത് ചുരുക്കുമ്പോൾ അങ്ങനെ തന്നെ പണിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ടല്ലാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഈദ് വ്ളോഗാണ്. പിന്നെ ഇതിൻ്റെ അന്ന് ഒരുപാട് ഗസ്റ്റെല്ലാം വന്നുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. എനിക്കിങ്ങനെ മറ്റുള്ളവരെ മുമ്പ് ഇങ്ങനെ ക്യാമറയെല്ലാം എടുത്തിട്ട് നടക്കാൻ എന്താ പോലെയാണ് കേട്ടോ. ആരും ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ എന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ. അസ്സലാമു അലൈക്കും.